പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽ ഈ നിമിഷം വരെ മുടക്കമില്ലാതെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ദൈവദാസനാണ് ജെയ്മി ബ്രദർ. അദ്ദേഹം മരണം വഴി വേർപിരിയുമ്പോൾ ജെയ്മിയെ സംബന്ധിച്ച് നന്നായിട്ട് ഒരുങ്ങി മരണത്തിനപ്പുറത്തോട്ട് ഉള്ള നല്ല പ്രത്യാശ സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മരണം സ്വീകരിച്ചിരിക്കുന്നത് തന്നെ. കാരണം ജെയ്മി പറയുമായിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയം മുഴുവനും പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മധ്യത്തിലും ഉയരുന്ന ദൈവസ്വരൂപിൻ്റെ ഇടയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വലിയ കൂട്ടായ്മയിലുമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാലും സ്വർഗത്തിലും മാലാഖമാരുടെ പ്രാർത്ഥനയിലും സ്തുതിപ്പിലുമാണ് അവിടെ ഉള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മരണശേഷമുള്ള ജീവിതം ഒരു പ്രത്യാശ നൽകുന്ന ഒന്നാണ്, സന്തോഷം നൽകുന്ന ഒന്നാണ് എന്ന്. ഡിവൈൻ്റെ എല്ലാ ശുശ്രൂഷകളിലും സജീവമായി പങ്കെടുത്തു. അതുപോലെ പോട്ടയിലെ ശുശ്രൂഷകളിലും സജീവമായി പങ്കുചേർന്നുകൊണ്ട് ഒരു സമർപ്പണത്തിന് ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ജെയ്മി. ജെയ്മിയുടെ കുടുംബാംഗങ്ങളും ശുശ്രൂഷയോട് വളരെ ചേർന്നിരിക്കുന്ന അംഗങ്ങളാണ്. അവരെല്ലാവരെയും സ്നേഹത്തോടു കൂടി ഞങ്ങൾ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും സ്വർഗത്തിലേക്ക് കരയേറിപ്പോയിരിക്കുന്ന ജെയ്മി സഹോദരൻ അദ്ദേഹത്തിൻ്റെ മരണം വഴി ഈ ധ്യാനമന്ദിരത്തെയും സഭയെയും എല്ലാം ഒരു അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം തന്നെ ആത്മീയ വളർച്ചയ്ക്കായി രൂപപ്പെടുത്തിയ ഒരു സഹോദരനാണ് ജെയ്മി. ഈ അവസരത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രം നന്ദിയോടുകൂടി ജെയ്മി ബ്രദറിനെ ഓർക്കുന്നു. ജെയ്മിയുടെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുള്ള ജനലക്ഷങ്ങളുണ്ട്. അവരോടെല്ലാവരോടും ജെയ്മി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്.